എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്രൂണോയിലെ ഫിൽറ്റർ വിത്ത് ജേസൺ പാത്ത് എന്ന ഓപ്ഷനെ കുറിച്ചാണ്. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗെറ്റ് ഫേവറേറ്റ് എയർപോർട്ട്സ് എന്ന് പറഞ്ഞൊരു API റിക്വസ്റ്റ് ഓതറൈസേഷൻ എന്ന കളക്ഷനിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മോക്ക്ഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് ഒരു API ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ഫേവറേറ്റ് എയർപോർട്ട്സ് എന്ന APIയുടെ റെസ്പോൺസ് മോക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ മോക്ക് റെസ്പോൺസ് എന്നുള്ള ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ്. രണ്ട് API ഹിറ്റ് ചെയ്താലും സെയിം റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. ഞാൻ ഫസ്റ്റ് API ഹിറ്റ് ചെയ്തു, എയർപോർട്ട് ഡീറ്റെയിൽസിൻ്റെ ഒരു റെസ്പോൺസാണ് വന്നത്. 200 OK എന്നുള്ള സ്റ്റാറ്റസ് കോഡ് വന്നു. അതുപോലെ ഈ ഒരു APIയും ഹിറ്റ് ചെയ്താലും സെയിം റെസ്പോൺസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ മോക്ക് ചെയ്ത ഈ റിക്വസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇവിടെ ഈ റെസ്പോൺസിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ കാണാം. അതിൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ വിത്ത് ജേസൺ പാത്ത് എന്ന് പറഞ്ഞൊരു ടൂൾ ടിപ്പ് കാണാം. ഇവിടെ നമുക്ക് ജേസൺ പാത്ത് യൂസ് ചെയ്ത് റെസ്പോൺസുകൾ ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇതിനകത്തുനിന്ന് ഡേറ്റാസ് എങ്ങനെ ഫിൽറ്റർ ചെയ്യണമെന്നുള്ള ജേസൺ പാത്ത് നോട്ട് പാഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ റീയൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഈ റെസ്പോൺസിൽ നിന്ന് കംപ്ലീറ്റ് എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ജേസൺ പാത്ത് യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ $.data എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുവാണ്. ഈ ജേസൺ പാത്ത് യൂസ് ചെയ്ത് നമുക്ക് ഈ റെസ്പോൺസിലെ കംപ്ലീറ്റ് എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ബ്രൂണോയിലെ ഫിൽറ്റർ വിത്ത് ജേസൺ പാത്ത് എന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൂളിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ റെസ്പോൺസുകൾ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് വേറെ ഒരു ഓൺലൈൻ റിസോഴ്സിനെയും ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രൂണോയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജേസൺ പാത്ത് യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, ഇതൊരു അറേയാണ് റിട്ടേൺ ചെയ്യുന്നത്. 2 എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എക്സ്പ്രഷൻ ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എയർപോർട്ടുകളുടെ നെയിംസ് ഫെച്ച് ചെയ്തെടുക്കുക. അതിനുവേണ്ടിയുള്ള ജേസൺ പാത്ത് എക്സ്പ്രഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് കാണാം എയർപോർട്ടിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 എയർപോർട്ടുകളാണ് ഉള്ളത്. ഈ $. എന്നുള്ളത് കംപ്ലീറ്റ് റെസ്പോൺസിനെ ഡിനോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡോട്ട് എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത കീ ആയ ഡേറ്റ എന്ന കീയിലേക്ക് പോകുന്നു. അതിനകത്ത് 2 എയർപോർട്ടുണ്ട്, അതുകൊണ്ട് അറേയാണ്. അപ്പം 2 അറേയുടെയും ഡീറ്റെയിൽസിനകത്ത് നിന്ന് എയർപോർട്ടിൻ്റെ നെയിം കിട്ടാൻ വേണ്ടി സ്റ്റാർ എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അതിനുശേഷം ആട്രിബ്യൂട്ട്സ്, അതിനുശേഷം എയർപോർട്ട്, അതിനുശേഷം നെയിം. അപ്പം അങ്ങനെ നമ്മൾ നാവിഗേറ്റ് ചെയ്താണ് എയർപോർട്ടുകളുടെ നെയിമിലേക്ക് എത്തിയത്. $.data എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടുന്നു. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 2 എയർപോർട്ടുകളുടെയും ഡിഫറെൻറ്റ് കീസ് കാണാം, അതിൻ്റെ വാല്യൂസും കാണാം. അതിനുശേഷം നമുക്ക് ഈ എയർപോർട്ട്സ് എന്ന കീയിലെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആട്രിബ്യൂട്ട്സിലേക്ക് പോകണം. ഒരെണ്ണം മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, ബാക്കിയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ വെച്ച് ഈ APIയുടെ റെസ്പോൺസ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നെയിം കണ്ടുപിടിച്ച പോലെ അതേ ലെവലിലുള്ള സിറ്റിയുടെ വാല്യൂം, കൺട്രിയുടെ വാല്യൂം, ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് വാല്യൂ എല്ലാം ടൈം സോൺ ഒക്കെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ആട്രിബ്യൂട്ട്സിലേക്ക് എത്തി. ഈ ആട്രിബ്യൂട്ട്സിൻ്റെ അകത്താണ് എയർപോർട്ട് എന്ന കീ ഉള്ളത്. അതിലേക്ക് പോകാൻ വേണ്ടി ഡോട്ട് കൊടുത്തതിന് ശേഷം എയർപോർട്ട് എന്ന കീ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് നെയിമാണ്. അപ്പം ഡോട്ട് കൊടുക്കുക, വീണ്ടും നെയിം എന്ന കീ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. അതുപോലെ വേറെ ഏതെങ്കിലും കീയുടെ വാല്യൂ ആണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കീ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ മതി. സിറ്റിയുടെ വാല്യൂ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിറ്റി എന്ന് കൊടുക്കുക. അതുപോലെ ടൈം സോൺ ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ടൈം സോൺ എന്നുള്ള കീ കൊടുക്കുക. സ്പെല്ലിങ് കറക്റ്റായിട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ജേസൺ പാത്ത് ഫിൽറ്റർ ബ്രൂണോയിൽ യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ബാക്കിയുള്ള എക്സാമ്പിളുകൾ കാണിക്കാം. ഈ ഒരു എക്സ്പ്രഷൻ ഡീപ്പ് നാവിഗേഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കീയുടെ
വാല്യൂസ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നില്ല, പകരം ഡബിൾ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നേരിട്ട് നമുക്ക് നെയിം എന്ന കീയിലേക്ക് ചെല്ലാം. അപ്പം ഇതും ലിസ്റ്റ് ചെയ്യുന്നത് സെയിം എയർപോർട്ട് നെയിംസ് തന്നെയായിരിക്കും. അടുത്ത് ഓരോ ഇൻഡിവിജ്വൽ എയർപോർട്ട് നെയിം ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള JSON path ആണ്. അതിനുവേണ്ടി ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് എയർപോർട്ട് നെയിം ലിസ്റ്റ് ചെയ്തു. ഇത് സെക്കൻഡ് എയർപോർട്ട് നെയിം ലിസ്റ്റ് ചെയ്തു. അടുത്ത രണ്ട് എക്സ്പ്രഷനും സെയിം കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ഡബിൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുകയാണ്. ഡീപ്പ് നാവിഗേഷൻ എന്ന ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ്റെ ലെങ്ത് കുറയും, നമുക്ക് കറക്റ്റ് കീ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഫെച്ച് ചെയ്തെടുക്കാനും സാധിക്കും. ഫസ്റ്റ് എയർപോർട്ടിൻ്റെ നെയിം ലിസ്റ്റ് ചെയ്ത് ഈ എക്സ്പ്രഷൻ സെക്കൻഡ് എയർപോർട്ടിൻ്റെ നെയിമാണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അറേ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എയർപോർട്ടുകൾക്ക് ആഡ് ചെയ്തിരിക്കുന്ന നോട്ട് എന്ന കീയുടെ വാല്യൂസ് ആണ്. അതിനുവേണ്ടി ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. നോട്ട് എന്ന കീയുടെ വാല്യൂ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം ഇവിടെ നോട്ടിൻ്റെ വാല്യൂ ഫസ്റ്റ് എയർപോർട്ടിൻ്റെ കേസിൽ നള്ളാണ്, അതുപോലെ സെക്കൻഡ് എയർപോർട്ടിൻ്റെ കേസിൽ നള്ളാണ്. അപ്പോൾ അത് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നള്ളായിട്ട് വന്നു. അതുപോലെ ഡബിൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് അതിൻ്റെ ഈക്വലൻ്റ് ആയ എക്സ്പ്രഷനാണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സെയിം റെസ്പോൺസ് തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് തന്നു. ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ എയർപോർട്ടിൻ്റെ നോട്ട് വാല്യൂ എങ്ങനെയാണ് ഫെച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുവാണ്. ഫസ്റ്റ് എയർപോർട്ടിൻ്റെ നോട്ട് എന്ന കീയുടെ വാല്യൂ ഇവിടെ ഫെച്ച് ചെയ്ത് വന്നു. അടുത്തത് സെക്കൻഡ് എയർപോർട്ടിൻ്റെ നോട്ട് എന്ന കീയുടെ വാല്യൂ ആണ് നോക്കുന്നത്, അതും വന്നു. ഇനി അത് രണ്ടിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ഡബിൾ ഡോട്ട് വെച്ചുള്ള എക്സ്പ്രഷനാണ്. ഈ എക്സാമ്പിൾ എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് എയർപോർട്ടിൻ്റെ നോട്ട് എന്ന കീയുടെ വാല്യൂ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡബിൾ ഡോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്നുള്ള കീ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വന്നില്ല, നേരിട്ട് നമുക്ക് നോട്ട് എന്ന കീയിലേക്ക് പോകാൻ സാധിക്കും. അതാണ് ഡബിൾ ഡോട്ട് എന്ന ഡീപ്പ് നാവിഗേഷൻ ടെക്നിക്കിൻ്റെ യൂസേജ്. നിങ്ങൾക്ക് കാണാം നല്ലെന്നുള്ള വാല്യൂ ഇവിടെയും വന്നു. ഇനി നമ്മൾ നോക്കുന്നത് ലിങ്ക്സ് എന്ന കീയിലെ ഫസ്റ്റ് എന്ന കീയുടെ വാല്യൂ ആണ്. ആദ്യമേ ലിങ്ക്സ് എന്ന കീ നമുക്ക് നോക്കാം. ഇവിടെ കാണാം, ഇവിടെ ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു JSON ഒബ്ജക്റ്റ് ഉണ്ട്. ആ JSON ഒബ്ജക്റ്റിൻ്റെ അകത്തെ ഫസ്റ്റ് എന്ന കീയുടെ വാല്യൂ ആണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയുള്ള എക്സ്പ്രഷനാണിത്. നിങ്ങൾക്ക് കാണാം ഫേവറേറ്റ്സ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ എൻ പോയിന്റ് വന്നിരിക്കുന്നത്. അതേ എൻ പോയിന്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഡബിൾ ഡോട്ട് വെച്ച് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുവാണ്. ഡബിൾ ഡോട്ട് വെച്ചുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തപ്പോൾ സെയിം റെസ്പോൺസ് തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോയിലെ JSON path എന്ന ഫിൽട്ടർ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ബ്രൂണോയുടെ UIയിൽ നിന്ന് തന്നെ നമുക്ക് റെസ്പോൺസുകൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.